നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് TY1 എന്ന് പറഞ്ഞ ഇച്യൂസിൻ്റെ ഒരു മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് എന്ന് വരുന്നത് നമുക്ക് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റബിൾ വരുന്നുണ്ട്, പിന്നെ മോഷൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട്, സ്മാർട്ട് ട്രാക്കിംഗ് വരുന്നുണ്ട്, 2 ഓഡിയോ, നൈറ്റ് വിഷൻ, പിന്നെ 2.4G വൈഫൈ നെറ്റ്വർക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് 256 GB വരെ നമുക്ക് സ്റ്റോറേജിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് ഇൻഡോർ സ്പേസുകളിൽ വെക്കാൻ ഏറ്റവും ബെറ്റർ ക്യാമറ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ TY1 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ ക്യാമറയ്ക്കകത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും സാധാരണ ഒരു യൂസർ ഗൈഡ് വരുന്നുണ്ട്. സാധാരണ നോർമൽ എല്ലാ ക്യാമറയ്ക്കകത്തും വരുന്നത് പോലെ തന്നെ ഒരു ഇസ്യൂസിൻ്റെ തന്നെ ഒരു യൂസർ ഗൈഡും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഇതായിട്ട് വരുന്നത് നമുക്ക് അതിൻ്റെ അഡാപ്റ്ററും പിന്നെ അതേപോലെ തന്നെ കേബിളും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇതിന് കൂട്ടറുണ്ട്. എനിക്കൊന്ന് ഇതിന് ഈ കേബിൾ അത്യാവശ്യം എനിക്കൊന്ന് 2.5 മീറ്ററോളം ഇതിന് ലെങ്ത് ഉണ്ടാവും. ഓക്കെ, ഈ കേബിൾ നമുക്ക് 2.5 മീറ്ററോളം തന്നെ അതിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അതായത് നമുക്ക് നോക്കാം, അഡാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 പിന്നാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങുള്ള അഡാപ്റ്ററൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ വരുന്നത് ഒരു ഡ്രിൽ ടെമ്പിളാണ് വരുന്നത്. നമുക്കത് എവിടെ വെച്ചിട്ടാണെങ്കിൽ നമുക്കതനുസരിച്ച് തന്നെ ടെംപ്ലേറ്റ് വരുന്നുണ്ട്. ഡ്രിൽ ടെംപ്ലേറ്റ് നമുക്ക് ജസ്റ്റ് അത് കൊടുത്തിട്ട് നമുക്ക് അതേപോലെ തന്നെ സ്ക്രൂ ചെയ്യാനും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറ്റും. പിന്നെ അതിൻ്റെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് സ്ക്രൂവും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറയുന്നത് ക്യാമറയുടെ തന്നെ ബേസ്മെൻറ്റാണ് വരിക. ജസ്റ്റ് ഇത് നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് നമുക്ക് അത്തുമേലേക്ക് തന്നെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ സെയിം എനിക്ക് തോന്നുന്നത് നമ്മുടെ C6N എന്നും പറഞ്ഞൊരു മോഡലുണ്ട്. സെയിം അതിൻ്റെ എല്ലാം തന്നെ ഒരു ഡിസൈനാണ് ക്യാമറയ്ക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് പോർട്ടുണ്ട്. നമുക്കിപ്പം വൈഫൈ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഇൻ്റർനെറ്റിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. വയർ വലിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്യാമറയിലേക്ക് വരുന്ന ഒരു ഇതെന്ന് പറയുന്നത്. എന്തുകൊണ്ടും വെച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്ററായിട്ടുള്ളൊരു ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം ഓക്കെയാണ്. അത്യാവശ്യം നല്ല നിന്ന് ഓക്കെയാണ്. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, മെറ്റലല്ല, പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ 360 ഡിഗ്രി റൊട്ടേറ്റബിളാണ് ക്യാമറ വരുന്നത്. സൈഡിലോട്ടും പിന്നെ മേളിലോട്ടും താഴോട്ടും എല്ലാം തന്നെ. പിന്നെ എൻ്റെ മെമ്മറി കാർഡ് സ്റ്റോറേജിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതാ ഇവിടെ തന്നെയാണ് വരുന്നത്. അവിടെ തന്നെ ഒരു റീസെറ്റ് ബട്ടണും കാര്യങ്ങളും എല്ലാം തന്നെ കമ്പനി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ സർവീസും എന്ത് സംശയത്തിലാണെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ കമൻറ്റ് റിപ്ലൈ തരുന്നു.